ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് 10 ദിവസത്തിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരെയും കാണാൻ പോവാണ്. ഓരൊക്കെ 20-ാം തീയതി എത്തി. അപ്പോൾ 20-ാം തീയതി എത്തിയപ്പോൾ ഞാൻ കണ്ണൂർ കല്യാണത്തിലേനി. കല്യാണം കഴിഞ്ഞ് ഞാൻ ഇന്ന് എത്തി. ഓരെല്ലാവരും എന്നെ കാണാൻ ഇന്ന് വന്നിരിക്കുകയാണ് ഗൈസ്. അതിലാണെങ്കിൽ നമ്മളിന്ന് നേരെ എയർപോർട്ടിലേക്കാണ്. ലാസ്റ്റത്തെ കണ്ണി എയർപോർട്ടിൽ 6 മണിക്ക് എത്തും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് എയർപോർട്ടിൽ ഓനെ കൂട്ടാൻ പോവാണ്. എല്ലാത്തിനും നിങ്ങൾക്ക് കാണിച്ചു തരാം, എല്ലാത്തിനെയും പരിചയപ്പെടുത്തി തരാം. ഇത് സംജിത്ത്, ഇത് ആസിഫ് ബാപ്പു, ഇത് ഹബീബ്, ഇത് സുഹൈർ. ഇനി വരാൻ പോകുന്നതാണ് കുഞ്ഞോൻ, ഷെരീഫ് കുഞ്ഞോനാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ എയർപോർട്ടിൽ പോകുന്നു, കുഞ്ഞോനെ പിക്ക് ചെയ്യുന്നു, ബാക്കി എന്നിട്ട്. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്. പോണ വൈക്കൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയത്. അതൊക്കെ നല്ല പഴംപൊരി കേട്ടി. ഇത് പിന്നെ കൽമക്കായാണ്, കൽമക്കായാന്നാണ് ഓര് പറഞ്ഞത്. എനിക്കൊരു ഐഡിയ കിട്ടില്ല. അങ്ങനെ കൽമക്കായ ഉണ്ടാവൂ? ഞാനോ നോക്ക്. അല്ലടാ അല്ലടത് ഇത് ചെറുത് അടിച്ച് പറ്റിയ. ഈ ബീഫ് എടുക്കാൻ പോയല്ല, ബീഫ് വരുന്നുണ്ട്, പറഞ്ഞോ? ചെക്കൻ ഓൾറെഡി എയർപോർട്ടിൽ ഇറങ്ങി. ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഓമിക്കോർ നടന്നു വരും. നല്ല പഴംപൊരി, ബീഫ്, ബർഗർ, കട്ടൻ ചായ. ഇത് മാത്രം എന്താ മനസ്സിലായില്ല. ഇതെന്താണ് മനസ്സിലായി? ഇത് കൽമക്കായ. കൽമക്കായന്റെ തോട് നോക്കും. പഴംപൊരിയും ബീഫും. പങ്കായത്ത് കഴിക്കണം. പങ്കായത്തിലെ അതാണ് വേറെ ലെവല്. പങ്കായത്ത് തുറന്നോ? ഇപ്പൊ പറഞ്ഞ തുറന്നത് ഗൈസ്. പിന്നെ ഒരു ഇതാ ചിക്കൻ സ്പൈസി ജിങ്കർ ബർഗർ പറഞ്ഞു. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. കുഴപ്പമില്ല. 7 കൊടുക്കും ഒരു 10. എടവണ്ണപ്പാറ എയർപോർട്ടിൽ പോകണ വഴിക്ക് ഇതാ ഒരു ഷോപ്പുണ്ട്, 4 Point റെസ്റ്റോറൻറ്റ്. അവിടെ ഒന്ന് ചായ കുടിക്കാൻ കയറിയതാണ് ഗൈസ്. അവിടെ നല്ല പഴംപൊരി, ബീഫ്, ബർഗർ, ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കൗണ്ടറൊക്കെ ഉണ്ട്. ഈ കൗണ്ടറിൽ നിറച്ചു കടികളാണ് ഗൈസ്. ഇൻഷാ അല്ലാ ബൈ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കുഞ്ഞോനാടെ ഓൾറെഡി ഇറങ്ങിക്കിന് ഗൈസ്. അവിടെ എത്തിയിട്ട് കാണാം. മക്കളെ എയർപോർട്ട് എത്തി. കുഞ്ഞോനെ ഇറങ്ങിക്കിന്. കുഞ്ഞോനെ പിടിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാൻ. ഓനെ ഇറങ്ങിയതൊക്കെ അവൻ പറയണേ. ഇറങ്ങണ എടുക്കണ്ട. തിരിച്ചു പോകണോ? ആ പ്ലേറ്റ് പോയില്ല. പോയിക്കോ. വന്ന് ഗൈസ്. ബ്ലോഗ് പറഞ്ഞോണ്ട് നായ്ക്കളെ വന്നു ഗൈസ്. അങ്ങനെ അവസാനത്തെ കണ്ണി എത്തി. എമ്മാ ലുക്കാണ്. അപ്രാവശ്യം വേറെ തന്നെ ലുക്കിലുള്ള ബെല്ല്. ഞാൻ പ്രാവശ്യത്തെ അടിച്ചിട്ടാ വന്നു. കുഞ്ചു ഹായ് കുഞ്ചു, എപ്പോ വന്നിറങ്ങി? ഇപ്പഴേ ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി ഫുൾ പൊളിയല്ലേ? എത്ര കത്തും. ഇനി കത്തിക്കോ 10 ദിവസം. എല്ലാവർക്കും ഒരാഴ്ച ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പിയാ. എനിക്ക് കുറഞ്ഞ ദിവസം ഇനി ഉള്ളൂ. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് കുഞ്ഞോനെ കൂട്ടി. പൂളിമാടുള്ള പണ്ട് തൊട്ടുള്ള അബൂഖാന്റെ ചായപ്പീടിയിൽ എത്തി ഗൈസ്. ഇതറിയാത്ത ആരും അങ്ങനെ ഉണ്ടാവില്ല. അബൂഖാന്റെ ചായപ്പീടിയാ. ഇനി ഇവിടുന്ന് കുഞ്ഞോന്റെ ഫുൾ ചെലവ് ഗൈസ്. ഫുൾ ചെലവ് കുഞ്ഞോന്റെ വക. കുഞ്ഞോന്റെ അക്കൗണ്ടിൽ 977 ഉറുപ്പ്യ ഉണ്ടോല്ലേ? അത് തീർക്കാനപ്പോ ഇവിടെ വന്നത്. ഒമാന്ന് വന്നതാ 977 ഉറുപ്പ്യായിട്ട്. ഇതാണ് ആള്. പെട്ടുവാ പാപ്പന്റെ ഫോർച്യൂണർ വെച്ചതാ. പാപ്പ വന്നിട്ട് പാപ്പൻ പെട്ടിയിലാന്ന് പറയുന്നുണ്ട്. പാപ്പനെ പെടുത്തിന് ഗൈസ്. ഇനി ബാക്കി അബൂഖാന്റെ ചായപ്പൊടിയിൽ വെച്ച് കാണാം. ആഹാ, നല്ല ചൂടോടെ പൊറോട്ട അടിക്കി നോക്കി. ലൈവ് പൊറോട്ട. ഇതെന്താ സാധനം? കൊമ്പൂച്ച. എങ്ങണ്ട് രസമുണ്ടോ? പൊറോട്ട മസാല പൊറോട്ട
പൊളി സാധനം കേട്ടോ. മീൻ കറി നല്ലേ അവർ കേദറ വരട്ടെ. അയ്യവാ അതെന്താ ആദ്യത്തെ ടേസ്റ്റ് ഇതോ ടേസ്റ്റ് ആദ്യം കുടിച്ചില്ലേ? അടിപൊളിയാ. സെയിം വൈബ്. കുടി കേട്ടിയ ആദ്യത്തത് രണ്ടാമത്തെ നല്ല പറയും. നല്ല വൈബ്. നല്ല അടിച്ച പൊറോട്ട. കേദറില്ല, അതിന് പകരം അയില കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല ഒരു ബീഫ് ഫ്രൈയും. പാപ്പു ഈ കഴിക്കും ഒരു ബീഫ് ഒരു പൊറോട്ട കഴിക്കും നോക്കട്ടെ. ഓക്കെ ഓക്കെ. നാട്ടിലെത്തിയ ഫീല്. ചെമ്മീൻ എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് കാട. പാപ്പാ എത്ര ദിവസത്തേക്ക് ഒരു മാസത്തേക്കുള്ള ഫ്രണ്ട്സിന് ആദ്യം ഉണ്ടെങ്കിൽ സംഭവം ഞാൻ ഇപ്പോൾ കേൾക്കണ്ടാവും ആരോടാ പറയും നിർത്താൻ. ഗൈസ് അങ്ങനെ അബൂക്കാൻ്റെ ചായപ്പൊടി ചായയും കുടിച്ച് ഫ്രണ്ട്സുമായിട്ട് ഇതാ വയലിൻ്റെ അരികിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് ചില്ല് ചെയ്യാണ് ഗൈസ്. ഇതൊക്കെ ഉള്ളൂ നമ്മൾ സ്വപ്നം കണ്ട പ്രവാസി ലീവ് വെക്കേഷൻ. ഇതൊരു വേറെ തന്നെ മൂടല്ലേ ഗൈസ് അല്ലേ? ചില്ല് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക ഫ്രണ്ട്സുമായിട്ട്. അവിടെ ട്രിപ്പ് എന്താ പോണേ? ഗായ്സ് നമ്മൾ കുന്നോനെ വിട്ട് വരണ വഴി ഇതാ ഇവിടെ കുന്നോന്റെ നാട്ടിൽ ഒരു പുതിയ ചായപ്പൊടി തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. ചായക്ക് ദുഃഖാൻ. ഫുൾ വൈബാണ് ഗായ്സ്. ചെക്കന്മാര് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാണ്. നല്ല കളി കളിക്കണ, അടിപൊളി കളി. മുമ്പ് കളിക്കണം കേട്ടോ. ആ മുമ്പ് കളിച്ചോടി. ആ വരട്ടെ, മുമ്പിലേക്ക് വരട്ടെ. ലെറ്റ്സ് ഗോ. കളിച്ചോടി. പാട്ടാണ് പാട്ടാണ്. ഓ ആഡ് പരസ്യം പരസ്യം പോക്കൂ. വരുന്ന വഴിക്ക് കുറച്ച് കരോൾ പിള്ളേരെ കിട്ടി ഗൈസ്. പൈസ വേണമെന്ന് പറഞ്ഞാൽ എന്നാലും കളിക്കുന്നു. പൈസ കൊടുത്തിന് ഇപ്പൊ കളി ഇപ്പൊ വരും. എൻജോയ്. നമ്മള് പാട്ടിടേണ്ടി വരും ഇവിടെ ഉത്സാഹം കിട്ടണമെങ്കിൽ. ഞാൻ ഇറങ്ങി കളിക്കും ഇവിടെ പിടിച്ചു. ചിക്കൻ ബാർ നേരത്തെ ഹോട്ടലിലോ വയ്ക്കാൻ പോണേ. അവിടെ പോയോ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ബൈ. ഹാപ്പി ക്രിസ്മസ് ഗൈസ്. ഫുൾ ചാനൽ ഷാനസ് വ്ലോഗ്സ്. ഓക്കേ കൊടുത്തോ. ചെക്കൻ കോയിങ് ഫുൾ വൈബ്സ് ഗൈസ്. നെക്സ്റ്റ് കണ്ടക്ഷൻ ബാപ്പു ഹബീബ്. ഫാൻസ് വന്നു. നിങ്ങൾക്ക് ഗെയിം കളിക്കലുണ്ടോ? ഗെയിം ചാനൽ ഈ ഫുട്ബോൾ കറക്റ്റ് ചാനൽ ഈ ഫുട്ബോൾ ആണെങ്കിൽ. ഓ സാം അയ്യറിയോ കാണലുണ്ടോ? ഏതാണ് ഫാൻസ്? ഗൈസ് അങ്ങനെ വീണ്ടും അടുത്ത കരോൾ ടീംസ്. ഗൈസ് അങ്ങനെ വീണ്ടും ഇതാ കരോൾ ടീംസ് അടുത്ത ടീംസിനെ കിട്ടി. പോണ വഴിക്ക് ഫുൾ ക്രിസ്മസ് വൈബ്സാ ഗൈസ്. പാട്ടിനെന്താ ഒച്ചല്ലാത്ത. ഗൈസ് ഇതാണ് നമ്മളെ രാജുവേട്ടന്റെ നാനസോട. നോക്കണ്ട ആൾക്കാർ കൂടിയ പ്രശ്നം കൊടുക്കാൻ. അതാണ് പ്രശ്നം. ആ അത് ശരിയാ. ഇതാണ് അതിന്റെ തണുപ്പും. ഇതൊന്നും നിങ്ങൾക്ക് ഏത് ദുനിയാവിന്റെ അറ്റത്ത് പോയാലും കിട്ടൂല. അതാണ്
രാജേട്ടൻ്റെ നാരങ്ങ സോഡയെ കുറിച്ച് 2 വാക്ക്. രാജേട്ടൻ്റെ നാരങ്ങ സോഡയെ കുറിച്ച് 2 വാക്ക്. രാജേട്ടന് ഇത് എവിടെ കിട്ടും? ഇത് കട്ടാങ്ങലങ്ങാടിയിൽ. കട്ടാനങ്ങാടി. രാജേട്ടനെ കടാൻ ചോദിക്കണോ? ജമ്മിയാണ്, പഴയ പൈസക്കാരാ, പണ്ടത്തെ. രാജേട്ടൻ കൊണ്ട് എടുപ്പിക്കുകയും വേണം. ഇയാളെ കൈകൊണ്ട് എടുക്കണം, വേറെ ആരും എടുത്ത കാര്യമാണ്. അപ്പൊ നമുക്ക് എന്താ പറയാല്ലേ, കട്ടാനങ്ങാടിയിൽ തന്നെ രാജേട്ടൻ നാരങ്ങ സോഡ. നമ്മളെ സിയാദിന്റെ Z+ അടിയിൽ നാരങ്ങ സോഡ. ഓക്കെ. സോ ഗൈസ്, അങ്ങനെ അതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. നമ്മൾ നേരെ പോയി ഫ്രണ്ട്സിനൊക്കെ കണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ നേരെ എയർപോർട്ടിൽ പോയി കുഞ്ഞോനെ കൂട്ടി ഫുഡ് കഴിക്കാൻ പോയി. വരുന്ന വഴിക്ക് കുറച്ച് ക്രിസ്മസ് ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു നോർമൽ ഡേ വ്ളോഗായിരുന്നു ഗൈസ് ഇത്. എനിവേസ് വേറൊരു വ്ളോഗുമായിട്ട് പിന്നെ കാണാം. ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദി സ്ട്രീം. ബൈ.